വിശദമായ വാർത്തയിലേക്ക്. ആലപ്പാട് സമരത്തെ തള്ളി സർക്കാർ. ഖനനം നിർത്തിവെക്കില്ലെന്ന് വ്യവസായ മന്ത്രി പി ജയരാജൻ പറഞ്ഞു. ജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഖനനം. ഖനനത്തിനെതിരെ സമരം ചെയ്യുന്നത് പുറത്തുനിന്നുള്ളവരാണ്. ആലപ്പാട് തീരത്തെ തകർത്തത് ഖനനമല്ല, സുനാമിയാണെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പാട് സമരത്തിന് പിന്നിലെ അജണ്ട സർക്കാരിന് അറിയാമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. അത് നമ്മൾ ശേഖരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വത്താണത്, സമ്പത്താണത്. അങ്ങനെയുള്ള ഒരു സമ്പത്ത് മൈനിങ് നടത്താൻ പാടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇപ്പം മൈനിങ് നിർത്തിവെക്കണം, മൈനിങ് നിർത്തിവെച്ചാൽ പിന്നീട് മൈനിങ് നടത്താൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ ഏതോ ചില കേന്ദ്രങ്ങൾ അനാവശ്യമായി പ്രശ്നമുണ്ടാക്കി ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമല്ലേ എന്ന് തന്നെ സംശയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ സമരം എന്നുള്ളത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത് പരിശോധിച്ച് കാര്യങ്ങൾ ശരിയായ നിലയിൽ നിരീക്ഷിക്കുന്ന നല്ലതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിർത്തിയാൽ തുടങ്ങാൻ പറ്റില്ല. പിന്നെ ഇത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് അറിഞ്ഞുകൂടാ. മൈനിങ് നിർത്തിയാൽ പിന്നെ മൈനിങ് തുടങ്ങാൻ പറ്റില്ല. അത് സ്ഥാപനം കൂട്ടിയിട്ട് 240 തൊഴിലാളികൾ എങ്ങോട്ട് പോകാനാ? ഇത് കൂട്ടിച്ചിട്ട് എങ്ങോട്ട് പോകാനാ? 1 കോടി ഉറുപ്പിയാണ് അവിടെ, ആ പ്രദേശത്തിലുള്ളവരാണ് തൊഴിലാളികൾ. 1 കോടി ഉറുപ്പിയാണ് ഒരു മാസ ശമ്പളമായിട്ട് അവിടെ വരുന്നത്. അവിടെ ഞാൻ മുമ്പ് പറഞ്ഞു കേട്ടിരുന്നത് ഈ നമ്മുടെ ഈ കരിമണൽ സ്വകാര്യമായി ശേഖരിച്ച് അവിടുന്ന് ചില സ്വകാര്യ ഈ കരിമണൽ കടത്തുകാരുണ്ട് തമിഴ്നാട്ടിലും മറ്റുള്ള. ഇവിടെ നിന്ന് ഈ കടൽ വഴിയും മറ്റും ഈ കരിമണൽ കടത്തിക്കൊണ്ടു പോകുന്നുണ്ടെന്നുള്ളത് കേട്ടിരുന്നു. ഇത് തീർച്ചയായും ഈ മലപ്പുറത്തുകാരും അവിടെയും ഇവിടെയുള്ളവരുടെ എല്ലാം പേര് കേൾക്കുമ്പോൾ അവരൊക്കെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ ഇതെന്താണെന്നുള്ള കാര്യം തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിൽ കേരളത്തിൻ്റെ സ്വത്ത് രാത്രികാലങ്ങളിലൊക്കെ വന്ന് ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോവുക, ഇവിടെ ഗവൺമെൻറ് അത് മൈനിങ് നടത്താൻ വേണ്ടി പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക, അതിനെതിരായിട്ട് അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം ശക്തമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. അതോടൊപ്പം ഏതെങ്കിലും ആൾക്ക് ഈ മൈനിങ് കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പരിഹരിച്ചിരിക്കും. അങ്ങനെ മാത്രമേ മൈനിങ് നടത്തുന്നുള്ളൂ. പി ജയരാജന്റെ വാക്കുകളാണ് കേട്ടത്. ആലപ്പാട് സമരത്തെ തള്ളിയിരിക്കുകയാണ് മന്ത്രി. ഇപ്പോൾ വാർത്തയോട് പ്രതികരിക്കാൻ ഹരീഷ് വാസുദേവൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ഹരീഷ്, ഇത്തരത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. സമരത്തെക്കുറിച്ച് ഇത്തരത്തിലാണ് പറയുന്നത്. ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിൽ നിന്ന് പുറകോട്ടാണ് സർക്കാർ പോകുന്നത് എന്ന് വേണം കരുതാൻ. ഇനി എന്തായിരിക്കും ആലപ്പാട് നടക്കുക? ശ്രീ ഹരീഷ്, സമരസമിതിയാണ് അതേപ്പറ്റി അഭിപ്രായം പറയേണ്ടത്. പുറത്തുനിന്നുള്ള ആളുകൾക്ക് എങ്ങനെയായിരിക്കണം സമരം എന്നതിനെ പറ്റി അഭിപ്രായം പറയാൻ കഴിയില്ല. പക്ഷേ സർക്കാരിന്റെ നിലപാട് തീർത്തും പ്രതിഷേധാർഹമാണ്. എന്ന് മാത്രമല്ല, നിയമസഭയുടെ ഏറ്റവും ഉയർന്ന കമ്മിറ്റിയായിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഇതുമായി ബന്ധപ്പെട്ട സമിതിയാണ് പരിസ്ഥിതി സമിതി. നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ടിൽ അവിടെ അനധികൃതമായിട്ടും അവിടെ അശാസ്ത്രീയമായിട്ടും ഖനനം നടത്തുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേപ്പറ്റി മന്ത്രി എതിരഭിപ്രായമാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമസഭയോടുള്ള അവഹേളനമാണ്, നിയമസഭാ പരിസ്ഥിതി സമിതിയോടുള്ള അവഹേളനമാണ്. നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ എല്ലാ റിപ്പോർട്ടുകളും അനുവദിച്ചുള്ള, അത് നടപ്പാക്കിയുള്ള കീഴ്വഴക്കം മാത്രമാണ് കേരളത്തിലെ സർക്കാരുകൾക്കുള്ളത്. അതിന് വിരുദ്ധമായിട്ടാണ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ കള്ളനോട് റിപ്പോർട്ട് ചോദിച്ച് കള്ളനെ കുറ്റവിമുക്തനാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട്. IRE പറയുന്നു അവിടെ അശാസ്ത്രീയമായി ഒന്നുമില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങളത് സമ്മതിക്കുന്നു എന്ന മട്ടിൽ വ്യവസായ വകുപ്പ് മന്ത്രി IREയുടെ വാദം കേട്ടിട്ടാണ് ഈ തീരുമാനമെടുക്കുന്നതെങ്കിൽ അത് കള്ളനോട് ചോദിച്ച് കള്ളനെ കുറ്റവിമുക്തനാക്കുന്ന നിലപാടാണ്. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ പൂർണ്ണമായ അവരുടെ വസ്തുതാപരമായ കണ്ടെത്തലുകൾ ശരിവെക്കുന്നതാണ് അവരുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. മറ്റു നടപടികൾ സർക്കാർ അന്വേഷിക്കണമെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ അന്വേഷണം ഉണ്ടല്ലോ. ഫോൺ എടുത്ത് ഇറക്കിയാൽ ഈ സമരത്തെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും അന്വേഷിക്കാൻ അധികാരമുള്ള ആളാണ്. അതുകൊണ്ട് അത്തരം വിരട്ടിന്റെ ഭാഷയോ ഭീഷണിയുടെ ഭാഷയോ ഒന്നും മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവേണ്ട കാര്യമില്ല. മന്ത്രി സത്യസന്ധമായി അന്വേഷിക്കുക, കാര്യങ്ങൾ നടപ്പാക്കുക. ആരെങ്കിലും കരിമണൽ കടത്തിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിയും സ്റ്റേറ്റ് തന്നെയാണ്. അത് സ്റ്റേറ്റാണ് പരിശോധിക്കേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഒരു SI കള്ളൻ പുറത്തിറങ്ങി പോകുന്നു എന്ന് പറയുന്നത് പോലെയാണ് മന്ത്രി ഇവിടെ കരിമണൽ കടത്തുന്നുണ്ട് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മന്ത്രി രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ പ്രതികരിച്ചതിന്. TG സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സജിത്ത്,
അവിടെ ഒരു വലിയ ആസൂത്രണം ഇല്ലെങ്കിൽ സമരത്തിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു. സമരം ചെയ്യുന്നത് പോലും അവിടെയുള്ള ആളുകളല്ല. അവിടെയുള്ള ആളുകൾ ഇതേ ഖനന കമ്പനിയിൽ ഇല്ലെങ്കിൽ ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പി ജയരാജൻ പറഞ്ഞത്? ധന്യ, ഇന്ന് ഇ.പി. ജയരാജൻ വ്യവസായ മന്ത്രിയുടെ വാക്കുകളിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സമരക്കാരുമായി ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു എന്ന തോന്നലുളവാക്കിയ സർക്കാരിന്റെ മുൻ നിലപാടിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോക്കാണ് ഇന്ന് വ്യവസായ മന്ത്രിയുടെ വാക്കുകളിലുള്ളത് എന്നത് വ്യക്തമാണ്. കാരണം സമരക്കാരുമായുള്ള ഒരു ചർച്ചയ്ക്കും ഇപ്പോൾ തയ്യാറല്ല എന്നൊരു പൊതു നിലപാട് സർക്കാർ പ്രഖ്യാപിക്കുകയാണ് വ്യവസായ മന്ത്രി ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അവിടുത്തെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും നിലവിൽ സർക്കാരിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ അങ്ങോട്ട് പോയി ചർച്ച നടത്തേണ്ട സാഹചര്യമില്ല എന്നതാണ് വ്യവസായ മന്ത്രിയുടെ നിലപാട്. ഒപ്പം തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യവസായ മന്ത്രി ചൂണ്ടിപ്പറയുന്നുണ്ട്. അതിലൊന്ന് KMMലും IREയും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് മന്ത്രി സംസാരിച്ചത്. അവിടെ യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇല്ല എന്നതാണ് ഈ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, അല്പസമയം മുമ്പ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിച്ച നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ടാണ്. ഈ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ട് അതിന്റെ ചൂണ്ടിക്കാണിച്ച ശുപാർശകൾ സർക്കാർ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ ഈ ശുപാർശകൾ പരിഗണിച്ച് തന്നെയാണ് സർക്കാർ അവിടെ ഖനനം നടത്തുന്നത് എന്നതാണ് വ്യവസായ മന്ത്രിയുടെ വാദം. ആ വാദമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് തന്നെയുള്ള ഒരു പ്രശ്നമാണ്. മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും അവിടെയില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉയർന്നു വരികയാണെങ്കിൽ സർക്കാർ പരിഗണിക്കും എന്ന നിലപാടും വ്യവസായ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ 16-ന് മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ പ്രധാനമായും നിലവിലുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലുകളും അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളുമാണ് നടക്കുന്നത്. പക്ഷേ അത് സമരക്കാരുമായുള്ള ഒരു ചർച്ചയ്ക്കോ മറ്റു നീക്കങ്ങൾക്കോ വേണ്ടിയുള്ള ഒരു തുടക്കത്തിനല്ല സർക്കാർ നീങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വ്യവസായ മന്ത്രിയും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സമരക്കാരുടെ ലക്ഷ്യം, ഈ സമരത്തിന് പിന്നിൽ ആര് തുടങ്ങിയ ചോദ്യങ്ങളും വ്യവസായ മന്ത്രി ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം വേണമെന്നൊരു നിലപാടിലേക്കാണ് സർക്കാർ എത്തുന്നത്. ഇതാണ് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ വ്യക്തമാക്കുന്നത്. ശരി സജിത്ത്, ആലപ്പാട് സമരത്തെ തള്ളി സർക്കാർ ഖനനം നിർത്തിവെക്കില്ലെന്നാണ് മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഖനനം നടക്കുന്നത്. ഖനനത്തിനെതിരെ സമരം ചെയ്യുന്നത് ആലപ്പാടുള്ളവരല്ല, അത് പുറത്തുനിന്നുള്ളവരാണെന്നും മന്ത്രി സൂചിപ്പിക്കുന്നു. ഒരു ചർച്ചയിലേക്ക് പോകുന്നതിൽ നിന്ന് നേരെ വഴിതിരിഞ്ഞു പോകുന്ന രീതിയിലാണ് ആലപ്പാട് പ്രശ്നം ഇപ്പോൾ ഉള്ളത്. ടി.ജി. സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.